ബിമ്മിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ വെരി വാസ്റ്റ് ആൻഡ് ഡൈനാമിക് ആണ്. നമുക്ക് അതിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ബിമ്മിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ പറയുകയാണെങ്കിൽ ബിം ഇൻഫ്രാസ്ട്രക്ചേഴ്സിലുണ്ട്, ലൈക്ക് റോഡ്, ടണൽസ്, റെയിൽവേസ് എന്നിങ്ങനെ പോവും. ബിൽഡിംഗ് സെക്ടേഴ്സിൽ പറയുകയാണെങ്കിൽ ലൈക്ക് കമേഴ്ഷ്യൽ ബിൽഡിംഗ്, റെസിഡൻഷ്യൽ, തിയേറ്റർ, ഹോസ്പിറ്റൽ, ബാങ്ക്സ് എന്നിങ്ങനെയുള്ള ഫീൽഡും ഉണ്ട്. അപ്പോൾ ബിമ്മിൻ്റെ നേച്ചർ ഓഫ് വർക്ക് ഈ രണ്ട് സെക്ടറിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ബിമ്മിൻ്റെ സർവീസ് ലെവലിൽ പറയുകയാണെങ്കിലോ നമുക്ക് ബിം കൺസൾട്ടൻസ് ഉണ്ട്, കോൺട്രാക്ടേഴ്സ് ഉണ്ട്, ഫെസിലിറ്റി മാനേജേഴ്സ് ഉണ്ട്. ഇവരുടെ സ്കോപ്പ് ഓഫ് വർക്ക് ഈസ് ഡിഫറെൻറ്റ്. ലൈക്ക് ഡിസൈൻ ആയിരിക്കും ഡിസൈൻ കൺസൾട്ടൻസിൻ്റെ മെയിൻ സ്കോപ്പ് ഉണ്ടാവുക. കോൺട്രാക്ടേഴ്സിന് വേണ്ടത് അവരുടെ കൺസ്ട്രക്ഷൻ സീക്വൻസിങ് ആയിരിക്കും. ഫെസിലിറ്റി മാനേജേഴ്സിന് ആണെങ്കിൽ അവരുടെ ഓപ്പറേഷൻ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ബിമ്മിൻ്റെ സ്കോപ്പ് ആയിരിക്കും. ഇനി ബിമ്മിൻ്റെ റോൾ പ്രകാരം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ജനറലായിട്ട് പറയാൻ പറ്റുന്നത് ബിം മോഡലേഴ്സ്, ബിം കോർഡിനേറ്റേഴ്സ്, ബിം മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, ഇവരുടെയൊക്കെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വെച്ചിട്ടായിരിക്കും ഈ സെഗ്മെൻറ്റ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതിൽ എൻട്രി ലെവൽ ഉണ്ടാവാം, ലൈക്ക് ഫ്രഷേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സീനിയർ കാറ്റഗറി ഉണ്ടാവാം. അതൊക്കെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറയുന്ന സർനെയിമാണ്. അപ്പോൾ ബിം നമുക്ക് ഓഫർ ചെയ്യുന്നത് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ വിഷൻ അലൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏത് സെക്ടറിലാണ് അവർ നോക്കേണ്ടതെന്നൊന്ന് മനസ്സിലാക്കിയ ശേഷം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ടീസിൻ്റെ അഡ്വൈസ് മേടിച്ച ശേഷം വേണം ബിം കരിയർ സെലക്ട് ചെയ്യാൻ.